എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അന്നത്തെ മാങ്ങകളുടെയൊക്കെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി തനിമയൊക്കെ ഉണ്ടായിരുന്നു പേരിന്. നാട്ടുമാങ്ങ, നീലം മാങ്ങ, പിന്നെ എന്താണ് നല്ല പുളിയുള്ള ആ മാങ്ങയാണല്ലോ ഈ നാട്ടുമാങ്ങ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഭരണിക്കകത്തിലൊക്കെ ഉപ്പിട്ട് വെക്കുന്ന ഉപ്പുമാങ്ങ. പിന്നെ എന്താണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് മാങ്ങകളുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ മാങ്ങകൾക്കൊക്കെ എല്ലാം ഒരു ഇംഗ്ലീഷ് നെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നേഴ്സറി ചെന്ന് കഴിഞ്ഞാലും അങ്ങനത്തെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ മാങ്ങയൊക്കെ. തന്നെയല്ല ഇപ്പോഴത്തെ ഒരു മാങ്ങ നമുക്ക് കൈ പോലും പിടിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും സൈസാണ്. ഇതാ കണ്ടില്ലേ, നമ്മളുടെ വീട്ടിൽ മാങ്ങ പറിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മാവിലെ മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പോലും പിടിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വലുതാണ് കേട്ടോ. നമ്മളുടെ കൈ പിടിക്കുമ്പോൾ തന്നെ തെന്നി തെന്നി ഇങ്ങനെ പോവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയായിരുന്നു കേട്ടോ പരിപാടി. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പിന്നെ ഒരുപാട് നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പുഴുവായി പോകും കേട്ടോ. അതുകൊണ്ട് ഏകദേശം ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് നമ്മൾ നെറ്റുള്ള തോട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ട് പറിച്ച് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും. പഴുക്കാറാകുമ്പോഴത്തേക്ക് നോക്കി നോക്കി ഇരുന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കും കേട്ടോ. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയിലൊക്കെ ഒരുപാട് പുഴുക്കളായിരിക്കും. പക്ഷേ പണ്ടത്തെ കാലത്തൊന്നും മാങ്ങയിൽ ഇത്രയ്ക്കും പുഴുക്കളൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു മാങ്ങ പറിച്ചാലോ പേരയ്ക്ക പറിച്ചാലോ എല്ലാത്തിനകത്തിലും ഈ പുഴു പ്രശ്നമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ.